ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മുത്തൂസ് ഫാഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇതുണ്ടോ നിങ്ങളുമായിട്ട് വാലൻറ്റൈൻസ് ഡേ ആയപ്പം ഞാൻ ഈ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മളിത് ഏതൊക്കെയായാലും ഓഫറിന് മേടിച്ചാണ്. 2.69 കേട്ടോ. 2 pound 69 pence ആണ്. 50% ഓഫറിന് കിട്ടിയതാണ് കേട്ടോ. അപ്പം റെഡ് കളർ നോക്കിയപ്പം റോസ് ഫ്ലവർ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഓഫറായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വാടിയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രമാണ്. അതിനകത്ത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നല്ല ജ്യൂസൊക്കെ കുടിക്കുന്ന നമ്മുടെ സ്വന്തം ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ് എനിക്കിഷ്ടം കേട്ടോ. ഇങ്ങനെ ഇതിനകത്തൊക്കെ ഫ്ലവർ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഓർത്തു അത് കുറച്ച് വാട്ടർ എടുക്കാം നമുക്ക്. ആദ്യമേ തന്നെ കണ്ടോ, വാടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവറോട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തോടെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും ഭംഗിയായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഞാൻ വാട്ടർ വെച്ച ഗ്ലാസ് ഇതിനകത്തോട്ട് ഇറക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്ക് സൈഡ് നല്ല ഭംഗിയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി നമുക്ക് ഫ്ലവർ എടുത്തിട്ട് നമുക്കതിൻ്റെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇപ്പം വാലൻറ്റൈൻസ് ഡേ എല്ലാവരും സെലിബ്രേറ്റൊക്കെ ചെയ്തു എന്ന് കാണുന്നു, ചെയ്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പം നാം ഡയറക്റ്റ് തന്നെ വീഡിയോ എടുക്കുന്ന എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ എടുത്തിടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഒന്നാമത് ടൈം ലാഭിക്കാം, പിന്നെ നമുക്ക് സ്പേസ് വളരെ കുറവാണ്. ഫോണിൽ എത്ര ചെയ്തിട്ടും എന്തോരം ഡിലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്രയും ഇല്ലാത്തൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഈ ഫ്ലവേഴ്സ് മാത്രം എടുത്തങ്ങ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ. കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കുറച്ച് ലീഫും ഇതുണ്ടോ, ഇത് നമ്മുടെ നല്ല ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. അപ്പോൾ അത് വാട്ടറിലോട്ട് എടുത്ത് വെക്കുന്നു. കാണിച്ചു തരാട്ടോ നിങ്ങളെ. വെച്ച് കഴിയുമ്പോൾ കുറച്ച് ഭാവമൊക്കെ ഇതായി വാടിയിട്ടുണ്ട്. എന്നാലും ഇതുണ്ടോ എത്ര ദിവസം ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ വേറെ ഫ്ലവറൊന്നും നിരക്കിയിട്ടില്ല. ബാക്കിയില്ല, നല്ല വിലയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും വിലയുടെ നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതെടുത്തത്. അപ്പോൾ ഒരു വെറ്റും കൂടെ പറ്റി കേട്ടോ. ഇന്ന് ഞാൻ ഇതെടുക്കുന്നെങ്കിൽ 2 ദിവസം മുന്നേ മേടിച്ച വീഴുന്നതാണ്. അപ്പം അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെക്കുകയോ ചെയ്തത്. അപ്പോൾ അത് ഇത്രയും വാടിയത് അതുകൊണ്ടാണ്. എന്നാലും സാരമില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ വെച്ച് ഇന്ന് ദിവസത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ, നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ ഓർത്തത് കളയണ്ട. അപ്പോൾ ഏതൊക്കെയാലും ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ കാണാനും ഒക്കെ. ഒത്തിരി പേര് എന്നോട് പേഴ്സണലായിട്ട്, അതായത് എന്നെ അറിയുന്നവർ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, അങ്ങനത്തെ വീഡിയോ ഒക്കെ കിട്ടുമ്പോൾ ഇടണം, ഫ്ലവേഴ്സ് മേടിക്കുമ്പോൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് പേര് പേഴ്സണലി എന്നോട് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് എന്നെ അറിയാവുന്നവർ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഉപകാരമാവും. പിന്നെ നമ്മളിതൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുമ്പം പോകത്തില്ലേ, വീഡിയോസൊന്നും പോകാതെ അവിടെ കിടന്നോളൂല്ലോ. അപ്പോൾ എല്ലാവർക്കും തന്നെ അതൊക്കെ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനോർത്തു ഏതൊക്കെയായാലും നമ്മുടെ വീട്ടിൽ ഇത് വെക്കണം. എന്നാൽ പിന്നെ അതൊരു വീഡിയോയും കൂടി ആവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കുമല്ലേ. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫ്ലവർ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലീഫ് കുറച്ചും കൂടെ വേണമെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഒരുപാട് ലീഫ് വെക്കാനായിട്ട്. എങ്കിലും നോക്കാം. ചിലപ്പോൾ നല്ല കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നമ്മൾ ലീഫ് കൂടുതൽ വെക്കുമ്പോഴേ. ഈ റെഡും ഗ്രീനും കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിനൊന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് വെക്കട്ടെ കേട്ടോ. പിന്നെ ഒരുപാട് നമ്മളിങ്ങനെ ഞാൻ എപ്പോഴും ഒരുപാട് വിലയ്ക്കൊന്നും മേടിക്കാറില്ല ഫ്ലവറും. ചിലപ്പോൾ ഒരു പ്രാവശ്യമായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നാലും കഴിവതും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് മേടിക്കുമെന്ന് വെച്ചാൽ നല്ല ഒത്തിരി വിലയ്ക്ക് മേടിച്ചാലും ചിലപ്പോൾ ഉണ്ടല്ലോ ഫ്ലവേഴ്സ് നിൽക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യുന്നത് ഇടയ്ക്ക് ഒന്ന് മേടിച്ച് സെറ്റാക്കുകയാണെങ്കിൽ അതങ്ങ് നല്ല ഇതായിട്ട് നിന്നോളൂല്ലോ. അവിടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ സാധാരണ ചെയ്യാറ്. നിങ്ങൾ കാണുന്നല്ലേ എൻ്റെ വീഡിയോയിലെ ഞാൻ മേടിക്കുന്ന ഫ്ലവേഴ്സൊക്കെ നിങ്ങൾ കാണുന്നല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുമൊന്നും വേണ്ടല്ലോ, വലിയ വിലയുടെ ഒന്നും അല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ടിന് മേടിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു.
ഈ വാസും ഇതിനകത്ത് ഫ്ലവർ അറേഞ്ച് വെച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. അപ്പോൾ നാളെ ജസ്റ്റ് നമുക്ക് ടേബിളിൽ വെക്കണമെങ്കിൽ ടേബിൾ വെക്കാം, നമ്മുടെ വിൻഡോ സൈഡിൽ വെക്കണം, വിൻഡോ സൈഡിൽ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ കിച്ചണിൽ ഞാൻ ഓൾറെഡി എടുത്ത് കളഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാടിപ്പോയതുകൊണ്ട് ഞാൻ ഓർത്ത് കിച്ചണിൽ തന്നെ ഇരിക്കട്ടെ, അപ്പോൾ ഇവിടെ തന്നെ വെക്കാമെന്നാണ് എൻ്റെ വിചാരിച്ച് ഞാൻ വെക്കുന്നത്. അപ്പം ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.